നമസ്കാരം. പൊതുയിടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകളിലും ട്രെയിനുകളിലെല്ലാം ചില ശല്യക്കാരെ നാം കണ്ടിട്ടുണ്ടാകും. ആണാകാം, പെണ്ണാകാം. അത്തരത്തിൽ ഒരു ദുരനുഭവം അത്തരം ശല്യക്കാരിൽ നിന്ന് നേരിട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എങ്കിലും സ്കൂൾ കുട്ടികളും സ്ത്രീകളും തന്നെ ആയിരിക്കും ഇത്തരക്കാരുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാന സംഭവങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിൽ ഉണ്ടായി. അത് നമ്മൾ കേട്ടും കാണും. കൊല്ലത്തെ സുനിൽ ചുരുക്കം സമയത്തിനുള്ളിൽ കേരളമൊട്ടാകെ വൈറലായി മാറിയ ഒരാളാണ്. ബസ്സിൽ കാമം തീർക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് സാധാരണക്കാരനായ സുനിൽ വളരെ വേഗത്തിൽ കേരളമൊട്ടാകെ ചർച്ചാ വിഷയത്തിൽ എത്തിപ്പെട്ടത്. KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10:50 ഈ ഒരു സംഭവം. കൊല്ലം സ്വദേശിനിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറുകയായിരുന്നു. ബസ് മേവറമെത്തിയതോടെ എതിർവശത്തെ സീറ്റിലിരിക്കുകയായിരുന്ന സുനിൽ തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ഇതോടെ യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ആ സമയത്ത് പരിഭ്രമം തോന്നിയതുകൊണ്ട് പ്രതികരിക്കാൻ തോന്നിയില്ല എന്ന യുവതി പറയുന്നു. ഞാൻ ആ ടൈമിന് ഇച്ചിരി പാനിക്കായി, അതുകൊണ്ട് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം പുള്ളി കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. തന്റെ സ്റ്റോപ്പ് എത്തി യുവതി സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ പിന്നാലെ സുനിലും കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങി. യുവതിയെ വിളിക്കാൻ സഹോദരൻ എത്തിയത് കണ്ട ഇതോടെ പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകുന്നത്. വീട്ടിലെത്തി ബഹളം വച്ചവരോട് താനല്ല ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നും അപ്പോൾ താൻ വീട്ടിലായിരുന്നു എന്നുമാണ് പ്രതി പറഞ്ഞത്. ഇത് കേട്ട് നാട്ടുകാർ മടങ്ങിയതോടെ പെയിന്റിംഗ് തൊഴിലാളിയായ ഈ ഒരു പ്രതി സ്ഥലം വിടുകയായിരുന്നു. ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ തന്നെയാണ് പോലീസിനെ ബന്ധപ്പെട്ട സുനിലാണ് ഇതെന്ന സന്ദേശം നൽകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ സുനിൽ ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത സുനിലിലേക്ക് പോലീസും എത്തിച്ചേർന്നു. ബസ്സിലിരുന്ന യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് കണ്ടിട്ടും പ്രതി ലൈംഗിക ചേഷ്ടകൾ തുടരുകയായിരുന്നു. ഇതൊരു നിസ്സാര സംഭവമായിട്ട് കാണാൻ കഴിയില്ല. എന്നാലും ഈ ഒരു ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു സുനിലിനെതിരെ. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു സുനിലിനെ പോലീസ് പിടികൂടുന്നത്. ഇത്തിക്കര പാലത്തിനടുത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒന്ന് ആലോചിക്കുക, ആ യുവതി ഇറങ്ങിയ അതേ സ്റ്റോപ്പിലാണ് സുനിലും ഇറങ്ങുന്നത്. അയാളുടെ ലക്ഷ്യം എന്തായിരിക്കാം? ആ യുവതിയുടെ സഹോദരൻ കൂട്ടാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകും സംഭവിച്ചേക്കുക? രാത്രിയിൽ പെൺകുട്ടികൾ സഞ്ചരിക്കാൻ പാടില്ല എന്ന വിശദീകരണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ലാത്ത കാലമാണ്. മാറേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള സുനിലുമാരാണോ അതോ പെൺകുട്ടികളാണോ? സ്ത്രീകൾ മാത്രമല്ല ഇന്ന് പീഡനങ്ങൾക്ക് ഇരയാകുന്നത് എന്ന് ഓർക്കണം. പുരുഷന്മാരും ഇത്തരത്തിൽ ഇരകളാകാറുണ്ട്. കണക്കുകൾ ഞെട്ടിക്കുന്നതുമാണ്. പുറത്തു പറഞ്ഞാൽ മാനം പോകുമെന്നും മാനത്തത്തിന് കോട്ടം സംഭവിക്കുമെന്ന് കരുതിയും മിണ്ടാതെ നിൽക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് നമുക്ക് ചുറ്റിലും. പൊതു ഇടങ്ങളിൽ പോലും വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തവരെ തന്നെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടതും അവരെയാണ് നന്നാക്കേണ്ടതും. സ്ഥലകാല ബോധമില്ലാതെ ഏത് രീതിയിലും പെരുമാറാൻ മടിക്കാത്തവരാണവർ. ഇതുപോലുള്ളവരാണ് ഭാവിയിലെ ഗോവിന്ദച്ചാമിമാർ ആകുന്നതും. അമിത ലൈംഗികാസക്തിയാണ് ഗോവിന്ദച്ചാമിയെ കൊടും ക്രിമിനലാക്കി മാറ്റിയത്. തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പൊതു ഇടങ്ങളൊന്നും അയാൾക്ക് തടസ്സങ്ങളല്ല. അയാൾ അന്ന് ട്രെയിനിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്താൽ തന്നെ മതിയാകും എത്രത്തോളം കൊടും ക്രിമിനലായി മാറി എന്നത്. ജയിൽ ചാടി പിടിക്കപ്പെട്ടതിന് ശേഷം ക്യാമറകൾക്ക് മുന്നിൽ അയാൾ കാണിച്ച ചേഷ്ടകൾ തന്നെയാണ് സുനിലുമാർക്കുള്ള ഊർജവും. ഇത്തരത്തിലുള്ളവരുടെ എണ്ണം കൂടുന്നതിനെ പറ്റിയുള്ള ആശങ്കകൾ ആർക്കുമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായി നടപ്പിലാക്കുന്ന എത്ര സ്കൂളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പാഠഭാഗങ്ങളിൽ ഈ ഒരു വിഭാഗം എത്തുമ്പോൾ വിയർക്കുന്ന ടീച്ചർമാരെയും സാറുമാരെയും നമുക്ക് ഓർമ്മയുണ്ടാകും. നിങ്ങൾ ആ പാഠം സ്വയം വായിച്ചു പഠിച്ചാൽ മതി എന്ന് പൊതുവെ പറയുന്ന രീതി. മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചും ലൈംഗിക പ്രക്രിയയെക്കുറിച്ചുമുള്ള പാഠമാണ് സ്വന്തം നിലയ്ക്ക് പഠിച്ചു കൊണ്ടുവരാൻ അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയുന്നത്. ഇനി വീട്ടിലാണെങ്കിലോ കുട്ടി ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ തടി തപ്പും, എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. കുറച്ചുകൂടി വലിയ കുട്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വഴക്കോ അടിയോ കിട്ടിയേക്കും. പിന്നെയുള്ള പ്രധാന പഠന സഹായി കൂട്ടുകാരോ നീലച്ചിത്രങ്ങളോ പണ്ടുകാലത്തെ കൊച്ചു പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ പിന്നെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെ പറ്റി പറയേണ്ടതുണ്ടോ? അങ്ങനെ അവരുണ്ടാക്കിയ ലോകത്ത് ഇരകളാകും പലരും.